രാവിലെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെ ഒരു ഓട്ടം വന്നു. ഇപ്പൊ ആ ഓട്ടം പോകാനായിട്ട് കാർ എടുക്കാൻ ഞാൻ പൊക്കോണ്ടിരിക്കുവാണേ. അങ്ങനെ എന്റെ വണ്ടി ഒരു സൈഡിലോട്ട് മാറ്റിയിട്ട് അവരെയും കൂട്ടി ഇപ്പൊ കാറും എടുത്തിട്ട് ഞാൻ പൊക്കോണ്ടിരിക്കുവാണേ. കുറച്ചങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് വണ്ടിയുടെ ബാക്കിലെ ടയറിന്റെ കാറ്റ് ഫുള്ളായിട്ട് പോയായിരുന്നു. അങ്ങനെ ഒരിടത്തോട്ട് നിർത്തിയിട്ട് ഇപ്പൊ 4 ടയറിനെയും കാറ്റ് അങ്ങനെ ചെക്ക് ചെയ്തു. പത്തനംതിട്ടയുള്ള സബിത ഐ കെയർ ഹോസ്പിറ്റലിലോട്ടാണ് ഞാൻ ഓട്ടം വന്നത്. ചേച്ചിയുടെ കണ്ണിന് ഒരു സർജറി ഉണ്ടായിരുന്നു. അത് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. വന്ന ഉടനെ അവർ രണ്ടുപേരും അങ്ങനെ ഹോസ്പിറ്റലിനകത്തോട്ട് പോയി. ഞാൻ പിന്നീട് കുറച്ച് സമയം അങ്ങ് വണ്ടിക്കകത്ത് തന്നെ ഇരുന്നു. കുറച്ച് സമയം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ചൂട് സഹിക്കാൻ വയ്യായിരുന്നു. അങ്ങനെ ഞാനും കൂടെ ഹോസ്പിറ്റലിനകത്തോട്ട് പോയി അവിടെയും കുറച്ച് സമയം അങ്ങ് ഇരുന്നു. 12 മണിയാകുമ്പോഴത്തേക്കാണ് ഇവിടെ വരാനായിട്ട് പറഞ്ഞത്. ഞങ്ങളാ പറഞ്ഞ സമയത്ത് തന്നെ വന്നു. സമയം അങ്ങനെ ഉച്ചയ്ക്ക് ഒരു 1:30 കഴിഞ്ഞപ്പോഴത്തേക്ക് ഫുഡ് കഴിക്കാനായിട്ട് പോയി അടുത്തുള്ളൊരു ഹോട്ടലിൽ നിന്ന് നല്ലൊരു ഊണ് കഴിച്ചു. ഊണൊക്കെ കഴിച്ചതിന് ശേഷം തിരിച്ച് ഹോസ്പിറ്റലിൽ എത്തി ഒരു 4 മണി ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് സർജറി കഴിഞ്ഞിട്ട് ഇറക്കിയായിരുന്നു. ഇനിയിപ്പം വീട്ടിലോട്ട് പോകും. അവിടുന്ന് അങ്ങനെ വണ്ടി എടുത്തുകൊണ്ട് തിരിച്ചു വരുന്ന വഴിക്ക് പമ്പിൽ കയറി കുറച്ച് പെട്രോളും കൂടെ അടിച്ചിട്ട് ഇപ്പം എന്താണ്ട് അവരുടെ വീട്ടിലെത്തി. വണ്ടിയും കൊണ്ടുവന്നിട്ട് അങ്ങനെ പോർച്ച് കൊണ്ടിട്ടിട്ട് കുറച്ച് സമയം അവരുടെ വീട്ടിൽ കയറി അവരോട് വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നു. ഈ ചേച്ചിയുടെ കണ്ണിനാണ് കേട്ടോ സർജറി കഴിഞ്ഞത്. അത് ഇടത്തെ കണ്ണിന് കാഴ്ച ചെറുതായിട്ട് കുറവുള്ളത് കൊണ്ടാണ് കേട്ടോ സർജറി വേണമെന്ന് പറഞ്ഞത്. കുറച്ച് സമയം അങ്ങനെ വർത്താനം പറഞ്ഞിരുന്നിട്ട് ഇനി എൻ്റെ വണ്ടി എടുത്തുകൊണ്ട് ഞാൻ നേരെ വീട്ടിലോട്ട്. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.